വീട്ടിലൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവൂലേ? അങ്ങനെ വന്നൊരു ഐറ്റംസിലുള്ളതാണ് ഈ പൊറോട്ട കേട്ടോ. പൊറോട്ട, നെയ്ച്ചോറും അതിന്റെ കൂടെ മന്തി എല്ലാം കൂടെ ആയപ്പോ പൊറോട്ട കുറച്ചങ്ങ് ബാക്കിയായി. ഇന്ന് നമുക്ക് ഇതുപോലെ ബാക്കി വന്ന പൊറോട്ട കൊണ്ട് നല്ല അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ റംസാനിന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ പൊറോട്ട വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 2.5 പൊറോട്ടയാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതേ നമ്മൾ ഇതുപോലെ പിച്ചിട്ട് അങ്ങ് കൊടുക്കുക, ചെറുതാക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിലേക്ക് ഒരു 1.25 കപ്പോളം ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയി കിട്ടും. അതിൽ കൂടുതൽ സമയം വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയും 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പച്ചച്ചുവ ഒന്ന് മാറി വരട്ടെ. ഈ മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും പൊടിയായി അരിഞ്ഞ 2 സവാള മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ സാധാരണ എല്ലാവരും പറയുന്നതാണല്ലേ, ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്ന്. അപ്പൊ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 2 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ 3 തണ്ട് കറിവേപ്പില, മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ആഫ്രിക്കൻ ചെപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ സാധാരണ മല്ലിയില ഉണ്ടെങ്കിൽ അതന്നെ എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് വീട്ടിലുണ്ടാകുമ്പോൾ അതങ്ങ് എടുത്തെന്ന് മാത്രം. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആണ് തക്കാളി ചേർത്ത് കൊടുത്തേക്കുന്നത്. തക്കാളി ഒരുപാട് ചേർക്കണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടെ നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ തക്കാളി സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയോ അതല്ലെങ്കിൽ ബിരിയാണി മസാലയോ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയുടെ പച്ച രുചി ഒക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ചിക്കൻ ആണെങ്കിൽ അതും നീക്കിയെടുക്കാം. 1 കപ്പോളം എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് മസാല വളരെ കുറച്ച് ഇട്ടതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറിയിൽ നിന്ന് എടുത്ത ബീഫാണ്. അപ്പൊ കുറച്ച് മസാല ഈ ഒരു ബീഫിലും ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ചിട്ടേക്കുന്നത്. അപ്പൊ കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് നിങ്ങൾ വേവിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കാവുന്നതാണ്. മസാലയൊക്കെ വഴറ്റിയതിനു ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുന്നത് ആ പാത്രത്തിന്റെ താഴെ നല്ലപോലെ എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. പാത്രം എപ്പോഴും കട്ടിയുള്ളതാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടക്കൂട്ടിലേക്ക് പൊറോട്ട ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് താഴെ ഈ ചട്ടിയുടെ ഭാഗത്തിലേക്ക് നല്ലപോലെ നിരത്തി വെക്കാം കേട്ടോ. താഴെ ഭാഗം ഒരു ഹോളൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം നമ്മളിത് നിരത്തി വെക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, ബീഫൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മസാല, അത് ഇതിന്റെ മുകളിലായിട്ട് നിരത്തി വെക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് കിട്ടും കേട്ടോ നമുക്ക് ഇതിന്റെ ലെയർ അത്രത്തോളം എന്നുള്ളത്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഒരു പാത്രമാണ്. ഇതിലും ചെറുതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 4 ലെയറൊക്കെ ഇതിന് കിട്ടുമായിരിക്കും. ഞാനിപ്പോ ഇതിപ്പോ ആദ്യത്തെ ലെയർ വെച്ചതിന് ശേഷം 2ാമത്തെ ലെയറും കൂടെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയിൽ പൊറോട്ട മുക്കിയിട്ട് ഇതിന്റെ മുകളിലായിട്ട് നിരത്തി വെക്കാം. എന്നിട്ട് വീണ്ടും മസാല എന്ന രീതിക്ക് ഈ മസാലയും പൊറോട്ടയും കഴിയുന്നവരെ നമ്മളിത് ഇങ്ങനെ ചെയ്യാം. അവസാന ഭാഗത്ത് പൊറോട്ടയാണ് വരേണ്ടതെന്ന് മാത്രം. അപ്പൊ അത് നോക്കിയിട്ട് വേണം നിങ്ങളിത് നിരത്തി വെക്കാനായിട്ട്. അപ്പൊ കണ്ടല്ലോ, നമ്മളത് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗം ഒന്നൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പണിയൂടെ ബാക്കിയുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒരു മുട്ട കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന്റെ സൈഡ് ഭാഗത്തൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സൈഡ് ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഹോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നോക്കാല്ലേ. അപ്പൊ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കേടായ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ഫ്ലെയിമിൽ വെക്കുക. അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പാത്രം വെക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഹീറ്റ് നേരിട്ട് അടിച്ചാൽ ചിലപ്പോൾ താഴെ ഭാഗം അടുക്കി പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ 30 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 30 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് കുത്തി നോക്കിയാൽ മതി. ആ സമയത്ത് ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് മുകൾ ഭാഗം കൂടെ ഒന്ന് മൊരിച്ച് കിട്ടണമെങ്കിൽ അതൊന്ന് ഇതുപോലൊരു പാനിലേക്ക് കമഴ്ത്തിട്ടിട്ട് ആ ഭാഗം കൂടെ ഒന്ന് മൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ നല്ല എളുപ്പമല്ലേ ഈ ഒരു ചട്ടിപത്തിരി ഉണ്ടാക്കാനായിട്ട്. സാധാരണ നമ്മൾ ചട്ടിപത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഈ പത്തിരികളൊക്കെ പരത്തി എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അല്ലെ.
ഇനി നമുക്ക് പൊറോട്ടയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളി ചട്ടിപ്പത്തിരി ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ബീഫോ അതുപോലെ ചിക്കനോ ഒന്നും വേറെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ നിന്ന് ഒരു 4 പീസ് അങ്ങ് എടുത്തിട്ട് ചിക്കി ഇട്ട് എടുത്താൽ മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ റംസാനിൽ നിങ്ങൾ ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കമന്റ് താഴെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.